ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ കുറെ ആയിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. അപ്പൊ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചു എവിടെ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ വന്നു. അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ നേരം കിട്ടാത്തത്. വീഡിയോസ് എടുക്കുന്നുണ്ട്, പക്ഷെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നേരം കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാണ്ടിരുന്നത്. അപ്പോൾ എന്താണ് തിരക്ക് എന്നുള്ളതൊക്കെ കാണാം നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഒരുപാട് തിരക്കൊന്നും ഇല്ല ഇന്ന് കുറച്ച് തിരക്ക് കുറവാണ്. എന്നാലും എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന്. അപ്പോൾ ചേട്ടനും ഏടത്തിയമ്മയൊക്കെ അവരൊക്കെ അവിടെയാണ്, ഏടത്തിയമ്മയുടെ വീട്ടിലാണ്. അപ്പം ഇന്ന് അവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇത് സുഗിയൻ ഉണ്ടാക്കാനായിട്ടുള്ള മിക്സ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, ചെറുപയറും നാളികേരമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ചൂടാറാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഡോണറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്താ പറയുക, 2 ടൈപ്പിൽ ഡോണറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ സുഗിയനൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി. ഇത് പത്തിരിയാണ്, മറ്റേ വട്ടുപത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 8 മണിയാകുമ്പോഴത്തേക്കും ഇതൊക്കെ റെഡി ആവണം. അപ്പോൾ പരിപ്പ് വട, ഉഴുന്നുവട, മുട്ട ബജ്ജി, കായ ബജ്ജി, അതുപോലെ പത്തിരി, സുഗിയൻ, ഇതൊക്കെ 8 മണിയാകുമ്പോഴേക്കും രാവിലെ റെഡി ആവണം കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ അടുത്തൊരു ബേക്കറിയിലേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടോടുകൂടി അടയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. ആയതും കറക്റ്റായിട്ട് വരും കേട്ടോ. നമ്മൾ കൊണ്ടുപോകേണ്ട സമയമാകുമ്പോഴത്തേക്കും ഇതൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊടുത്തു വിടും. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. സാധാരണ ഇഡ്ഡലി ദോശയ്ക്കാണ്. അപ്പോൾ ഇന്ന് മാവില്ല. അപ്പോൾ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്രോണി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേഗം ഉള്ളി വഴറ്റിയിട്ട് അതിൻ്റെ തന്നെ മസാലയുണ്ട്, പാസ്തയുടെ മസാലയുണ്ട്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിന് പണി കഴിയുമല്ലോ. അപ്പോൾ ഉള്ളി വഴറ്റുക, ആ മസാല ഇടുക, എന്താ പറയുക, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മൾ ഇനി ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എളുപ്പത്തിന് വേഗം ഉണ്ടാക്കിയെടുക്കാനാണ്. കുട്ടികളുടെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഉപ്പും എല്ലാം ഉണ്ട്, ഒരുപാട് എരിവൊന്നുമില്ല. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം. കുഞ്ഞാലാടാണോ? അപ്പൊ അങ്ങനെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞു. കുട്ടികളെയൊക്കെ എണീപ്പിച്ച് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പോൾ എന്താ പറയാ, മോൾക്ക് ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചേട്ടനും ഏടത്തിയമ്മയൊക്കെ വരും. അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസമായി അവർ പോയിട്ട്. അപ്പോൾ അവർ ഇന്ന് തന്നെ പോവും. ചേച്ചി ഇപ്പോൾ അവിടെ ഡ്രൈവിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ അത് കാരണം തന്നെ അവർ ഇന്ന് തന്നെ പോവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആ വിശേഷങ്ങള്. അപ്പൊ ഞാന് കുറെ ആയിട്ട് വീഡിയോ ഇടണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനും ഡ്രൈവിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചില ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ് ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും രാവിലെ പോയ ഉച്ചയ്ക്കൊക്കെ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, പിന്നെ വന്നു കഴിഞ്ഞാൽ ക്ഷീണം, ഈ വെയിലൊക്കെ കൊണ്ടിട്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പറ്റുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് വീഡിയോസ് ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞ് ക്രിസ്മസ് ഒക്കെ ആയ സമയത്ത് നമ്മൾ ഒരു ചെറിയൊരു കാറ്ററിംഗ് പോലെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന്റെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ നല്ല തിരക്കായിരുന്നു. ക്രിസ്മസിന് വലിയ തിരക്കുണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതായത് എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ നെയ്ച്ചോറ്, ചിക്കൻ റോസ്റ്റ്, അതുപോലെ തന്നെ ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, അങ്ങനെയുള്ള സാധനങ്ങൾ, എന്താ പറയുക, നോണ് മാത്രമല്ല വെജും ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ പെട്ടെന്നാണ് അതൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ നോട്ടീസ് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ പറയാ, നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങി.
അപ്പൊ ന്യൂ ഇയറിന് ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല വലിയ ഓർഡറൊക്കെ കിട്ടി. അപ്പൊ അങ്ങനെ പെട്ടെന്നാണ് കേട്ടോ ഓർഡർ വന്നത്. അപ്പോൾ ന്യൂ ഇയറിന് വീഡിയോ ഒക്കെ എടുത്തിടണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്ന് ന്യൂ ഇയറിന് ഓർഡർ വന്നത്. അപ്പൊ അന്ന് നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് പിടി, കോഴിക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഓൾറെഡി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് 100 പേർക്കുള്ള ഫുഡ് വേണം, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഗോബി മഞ്ചൂരിയനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണ് ഓർഡർ വരുന്നത്. അപ്പൊ ഏടത്തിയമ്മയുടെ വല്യച്ഛന്റെ മോനാണ് ഇങ്ങനെ ഒരു ഓർഡർ തരുന്നത്. അവര് തൃശ്ശൂരാണ്. അപ്പൊ അവരുടെ ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും ഉള്ള ഫുഡായിരുന്നു കേട്ടോ അത്. അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിലൊരു പ്രശ്നമാണ്. കാരണം ചേട്ടൻ അത് ഏറ്റെടുത്തിട്ട് നമുക്കത് ഓർഡർ തരിക, എന്നിട്ടത് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാല് അത് മൊത്തത്തിലൊരു മോശമല്ലേ. അപ്പോ ആ ഒരു ടെൻഷനുള്ളിൽ ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് അതിനുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കണം. അപ്പോ ഏട്ടനും ഏടത്തിയമ്മയൊക്കെ പുറത്തു പോയിരിക്കായിരുന്നു. അപ്പൊ വേഗം ചേച്ചി വിളിച്ച് കാര്യം പറഞ്ഞു. ചേച്ചി പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, നമുക്കൊക്കെ ശരിയാക്കാം, വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എഴുതി അതൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ വേഗം അതൊക്കെ ചെയ്തു വെച്ചു. അവര് പുറത്തു പോയി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പൊ തന്നെ തൃശ്ശൂർക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി എന്താ പറയാ, പാത്രങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ചിട്ട്, അതായത് നമ്മൾക്ക് വാടകയ്ക്ക് കിട്ടുമല്ലോ, അപ്പൊ അങ്ങനെ വാങ്ങിച്ച് സ്റ്റവും ഇതൊക്കെ അങ്ങനെ വാങ്ങിച്ച് നമ്മൾ പെട്ടെന്ന് സെറ്റാക്കി. അപ്പൊ ന്യൂ ഇയറിന്റെ അന്ന് ആ ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എല്ലാവരും തിരക്കിലായിരുന്നു, വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. എന്താ വെച്ചാൽ നമ്മൾ മാത്രം, വീട്ടിലുള്ളവർ മാത്രമല്ലേ ഉള്ളൂ. ഒന്ന് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അന്നാ തന്നെ നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പച്ചക്കറി അരിയാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഭംഗിയായിട്ട് എല്ലാം നമുക്ക് പറഞ്ഞ സമയത്തിന് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റി. ചേട്ടനൊക്കെ ഓഫീസ് ഉണ്ടായിട്ട് പോലും ഇപ്പൊ വീഡിയോ എടുക്കാൻ അതാണ് മെയിൻ ആയിട്ട്. കാരണം ചേട്ടന് ഓഫീസ് ഉണ്ട്, അതിന്റെ ഇടയിൽ വന്നിട്ടാണ് എനിക്ക് ഈ വലിയ പാത്രത്തിൽ നിന്നും ഇളക്കാനൊക്കെ എന്നെ കൊണ്ടൊന്നും വിചാരിച്ച പറ്റില്ല. അപ്പൊ ഒക്കെ ശരിയാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു മിക്സിങ് ഉണ്ടല്ലോ, അപ്പൊ അതിന് ചേട്ടൻ വന്നിട്ടാണ് അതൊക്കെ ചെയ്തത്. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ചേച്ചി രാവിലെ തൊട്ട് എല്ലാത്തിനും കൂടെ നിന്നാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ട് തോന്നിയില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നത്. ന്യൂ ഇയറിന് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ്. ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷത്തെ പോലെ നല്ലൊരു വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ഈ ഒരു തിരക്ക് കാരണം കൊണ്ട് അതൊന്നും നടന്നില്ല. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്കുള്ള രാത്രിക്കുള്ള ഭക്ഷണം നമ്മൾ വേറെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അന്ന് പിടിയും കോഴിക്കറി ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് 8 മണിക്കായിരുന്നു. അപ്പൊ അതങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ, ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് അന്നത്തെ ദിവസം പോയത്. അപ്പൊ നമുക്കുള്ള കേക്കും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്താ പറയാ, അങ്ങനത്തെ ഒരു സംഭവം തുടങ്ങിയത് കൊണ്ട് തീരെ നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പൊ അതിന്റെ ഇടയിൽ പിന്നെ അത് കഴിഞ്ഞ് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഞാൻ രജിയേട്ടന്റെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വരുന്നത്. പിന്നെ ഓർഡർ വന്നപ്പോ അങ്ങനെ വന്നു. അതിന്റെ ഇടയിൽ 2 ക്യാൻസൽ ആക്കി കേട്ടോ. കാരണം അവിടുന്ന് വന്ന് പോവാ നടക്കില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ക്യാൻസൽ ആക്കി. അപ്പൊ അതാ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്കിങ്ങനെ ബേക്കറിയിൽ നിന്ന് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചത്. അപ്പൊ പിന്നെ അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങി. ഇപ്പതാ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോണു. അത് അധിക ദിവസമായിട്ടില്ല കേട്ടോ, തുടങ്ങിയിട്ട് ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. പക്ഷെ വലിയ കുഴപ്പമില്ല, നല്ല ഒരുപാടൊന്നുമില്ല, ക്വാണ്ടിറ്റി കുറവാണ്, ഐറ്റംസ് ഉണ്ട്. പിന്നെ രാവിലത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ഉണ്ടാവും. ഒരു 3 മണിയാകുമ്പോഴേക്കും നമ്മൾ അതേമാതിരി ബജ്ജി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് അതിന്റെ ഇടയിൽ കൂടെ അല്ലാതെയും നമുക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട് നെയ്ച്ചോറ്, ചിക്കൻ റോസ്റ്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. അതായത് സദ്യ ഇല്ല, ബാക്കി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ തൃശ്ശൂരിൽ നിന്നൊക്കെ ഇങ്ങനെ വരാറുണ്ട് ഓർഡർ. അപ്പൊ നമ്മൾ അതനുസരിച്ച് ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ എത്തിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ വണ്ടിയിലാണല്ലോ, സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഓട്ടോയിൽ കൊണ്ടു കൊടുക്കും. അപ്പോൾ എക്സ്ട്രാ ഓട്ടോ ചാർജും കൂടി വാങ്ങും. അപ്പോൾ ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവരും വാങ്ങിച്ചിട്ട് പറയണത്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു മേഖല ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, സ്ഥിരമായിട്ട് അതിൽ നിൽക്കാമെന്ന് വിചാരിച്ചു.
അപ്പൊ അങ്ങനെ അതൊക്കെയാണ് കേട്ടോ തിരക്ക്. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് അത് കറക്റ്റായി വരുന്നല്ലേ. മറ്റേത് നമുക്ക് വീട്ടിൽ കുറച്ച് പേർക്ക് ഉണ്ടാക്കും എന്നല്ലാതെ പെട്ടെന്ന് പുറത്തേക്കൊക്കെ നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡും കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകി പോയതൊക്കെ. പിന്നെ ഇപ്പൊ വലിയ കുഴപ്പമില്ല. പിന്നെ അതേപോലെ കുറെ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാൻ നേരമില്ലായ്മ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. ഇപ്പൊ അതൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വീഡിയോസ് ഒക്കെ ഇനി എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അച്ചാറും ഇതൊക്കെ തുടങ്ങണം എന്ന് വിചാരിക്കണം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കിലായിരുന്നു. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ കാര്യം കുറേ വർഷങ്ങളായി ഇതൊക്കെ ചെയ്യണം എന്നുണ്ട് എന്നല്ലാതെ ഇതുവരെ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏടത്തിയമ്മ ഫുള്ള് സപ്പോർട്ടായതുകൊണ്ട് മെയിനായിട്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏടത്തിയമ്മ നല്ല സപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ശരിയായി. ഞങ്ങള് നോട്ടീസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതേപോലെ തന്നെ എനിക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ എല്ലാം ചേച്ചിയാണ് ഇരുന്ന് സെറ്റാക്കി അത് അയച്ചു കൊടുത്ത് നോട്ടീസ് അടുപ്പിച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അത് കറക്റ്റായിട്ട് വന്നു കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആവുമ്പോഴേക്കും തുടങ്ങാൻ പറ്റിയതിന്റെ മെയിൻ കാരണം അതാണ്. അപ്പൊ അങ്ങനെ ചെറിയ തിരക്കൊക്കെ വന്നോണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാണ്ടിരുന്നത്. ഇനി എന്തായാലും സ്ഥിരമായിട്ട് വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും കാണാതിരിക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ പറ്റുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നത്. പിന്നെ ന്യൂ ഇയറിന് പറഞ്ഞ പോലെ എന്തായാലും എടുക്കണം, ചെയ്യുന്ന വീഡിയോസ് എങ്കിലും എടുക്കണം എന്ന് വിചാരിച്ചു. അതിന്റെ ഒരു ഫോട്ടോ പോലും എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല, കാരണം ഒക്കെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ഇതാ ചേട്ടനടുത്തിമൊക്കെ എത്തിയിട്ടോ. അപ്പോൾ എനിക്ക് കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു നാണത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഇത് വെക്ക, അങ്ങോട്ട് വെക്ക്, അച്ഛമ്മക്ക് കൊടുക്കാം. അച്ഛനെ നോക്കണത് അവിടെ കാറ് കണ്ടിട്ട് ഓടി പോയി. സാമ്പാറാണ് അല്ല, തക്കാളി ബിരിയാണി, അരിയും എല്ലാം കൂടി ചതച്ചിട്ടിട്ടൊരു ബിരിയാണി. ശരി. ഇതൊക്കെ അരിയാണോ ഇതൊക്കെ? ഇതോ അത് അരിയാണ്, പച്ച ഫുള്ള് അരിയാണ്, മറ്റേത് ഫുള്ള് തക്കാളി. തക്കാളി ബിരിയാണി. ഇതെന്താ നേരാക്കിക്കൊണ്ടിരിക്കണ? അത് എത്ര യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതില് കഴിക്കണ്ടേ? പൊളിച്ചിട്ട് തന്നു. പിന്നെ
ചെറിയ പീസ് മുഴുവൻ അപ്പോൾ അത് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ചേട്ടൻ മീൻ കൊണ്ടുവന്നതാണ് കേട്ടോ അവിടുന്ന്. പിന്നെ എന്താ പറയുക, ചക്കക്കുരുവും നമ്മുടെ ഇരുമ്പമ്പുളി ഇട്ടിട്ട് കൂട്ടാൻ വെച്ചിട്ടുണ്ട്. അതിൽ കടുക് വറുത്തിട്ടിട്ടില്ല, അത് വറുത്തിടണം, അത്രയേ ഉള്ളൂ. കൂട്ടാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങി എണീറ്റു. അപ്പോൾ ഇപ്പോൾ രാത്രിയായി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഒരു ഉഷാറില്ല എന്ന് തോന്നി. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യത്തിനെ പറ്റി ആലോചിച്ചില്ല. അപ്പോൾ ചേട്ടനും ഏടത്തിയമ്മയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അവരങ്ങനെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത്തിരി നേരമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.